നെഹ്റു പീസ് ഫൗണ്ടേഷൻ ഈ വർഷത്തെ എക്സലൻസ് അവാർഡ് ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അതിൻ്റെ ചെയർമാനായ KM പരീദ് അവർക്ക്, അതുപോലെ തന്നെ ചാരിറ്റി വില്ലേജിൻ്റെ എല്ലാമായ ഉവൈസ് അമാനി, അതുപോലെ തന്നെ അൽ അസർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാനായ KM മൂസ അവർക്കും നൽകുകയുണ്ടായി. അവാർഡ് വിതരണം ചെയ്തത് മന്ത്രി GR അനിൽ. അതുപോലെ തന്നെ ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രൻ, മറ്റ് പ്രഗത്ഭരായ നിരവധി പേർ പങ്കെടുത്തു. നമുക്ക് ആ ചടങ്ങൊന്ന് കാണാം. 25 രാജ്യങ്ങളിലെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ നമ്മുടെ മഹാരാജ്യം 106-ാം സ്ഥാനത്താണ്. ഈ സാമ്പത്തിക വളർച്ച കൈവരിച്ച് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്ത് ഏകദേശം 40 കോടിയോളം 35 കോടിയിലധികം വരുന്ന ഇന്ത്യക്കാരൻ അതിദരിദ്ര കുടുംബങ്ങളായി ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ കഴിയുന്നത്. ജവഹർലാൽ നെഹ്റു ഭാവനാപൂർണമായി കണ്ട ഇന്ത്യ അല്ല നമ്മുടെ ഇന്നത്തെ ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ എല്ലാ മേഖലകളിലെയും പുരോഗതിയാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ ഇന്ന് ആ പുരോഗതി ഒരു വിഭാഗത്തിന് മാത്രമായി ഒതുങ്ങുകയാണ്. രാജ്യത്തിന്റെ പൊതു സ്വത്തുക്കൾ, പൊതുമേഖല എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു. മുൻപ് ചില നിയന്ത്രണങ്ങളുണ്ടായിരുന്നു, സ്വകാര്യവൽക്കരണം ഏതുവരെ ആകാം. എന്നാൽ ഇന്ന് അതാണോ? ഇന്ന് എല്ലാ മേഖലകളിലും തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യത്തിന്റെ അത്തരം മേഖലകളിലടക്കം സ്വകാര്യവൽക്കരണം. അപ്പോൾ രാജ്യത്തെ സാധാരണക്കാർ, കൃഷിക്കാർ, തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, അത്തരം ജനവിഭാഗങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതികളിൽ നിന്ന് പിന്മാറി രാജ്യത്ത് സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റായി മാറുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. ജനാധിപത്യവും ഭരണഘടനയും വെല്ലുവിളിക്കപ്പെടുന്നു. രാജ്യത്തിന്റെ മതേതരത്വമാണല്ലോ രാജ്യത്തെ ഈ നിലയിൽ നിലനിർത്തിയിരിക്കുന്നത്. രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോഴുള്ള ചിത്രം വ്യത്യസ്തമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ നമ്മുടെ മതേതരത്വ നിലപാടുകളും അതിൽ ഉറച്ചു നിന്ന സമീപനങ്ങളുമാണ് രാജ്യം ദുർബലമാകാതെ ജനാധിപത്യ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടാൻ ഇടയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ മതേതരത്വത്തിൽ വെള്ളം ചേർത്താൽ സ്വാഭാവികമായും നമ്മുടെ രാജ്യം ഛിന്ന ഭിന്നമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയെത്തി. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെയും രാഷ്ട്രപിതാവിൻ്റെയും ലക്ഷ്യങ്ങൾക്ക് നേരെ വിപരീതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നതാണ് പണ്ഡിറ്റ്ജിയുടെ 135ാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പരിപാടികൾ ആചരിക്കുന്ന നമ്മുടെ മുന്നിൽ കാണാൻ കഴിയും. രാജ്യത്തെ നിലനിർത്തുവാനും സംരക്ഷിക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ മറ്റെല്ലാം മറന്ന് ജനങ്ങളുടെ കൂട്ടായ്മ രൂപപ്പെടേണ്ടുന്ന ഒരു കാലഘട്ടമാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ വലിയ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. കടകംപള്ളി അടക്കമുള്ള നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. അവർ കൂടുതൽ വിശദമായി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ചുരുക്കുകയാണ്. പണ്ഡിറ്റ്ജിയുടെ യുക്തമായ സ്മരണയ്ക്ക് മുന്നിൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഇന്നത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ജനതയുടെ ഐക്യവും സാഹോദര്യവും കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് നെഹ്റു പീസ് ഫൗണ്ടേഷൻ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഇവിടെ 3 പ്രധാന വ്യക്തികളെ ആദരവ് നൽകി ബഹുമാനിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതോടൊപ്പം 3 പേരെ സംബന്ധിച്ചും ഇവിടെ വളരെ വ്യക്തമായി അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അവാർഡ് ജേതാക്കളായ 3 പേർക്കും അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ ഈ അവാർഡ് ഉപകരിക്കട്ടെ, ഈ അനുമോദന പരിപാടി ഉപകരിക്കട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക അഭിനന്ദനം രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ച് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി ശ്രീ MC സുരിയൻ. നമ്മുടെ എല്ലാം ഏറ്റവും മികച്ച പ്രതിഭയ്ക്കുള്ള സംസ്ഥാനതല അവാർഡിന് അർഹനായ ശ്രീ അമാനി ഉവൈസ് അമാനി നടുകയെ ക്ഷണിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തേണ്ട ആളുകളെ ക്ഷണിക്കുന്നു. അഭിനന്ദനായ ഗുരുജനങ്ങളെ, സഹോദരിമാരെ, സ്നേഹിതരെ, ഡോക്ടർ MC സിറിയൻ, ഉവൈസ് അമാനി നദ്വി, ഇനി ചടങ്ങിന് മിഴിവേകാൻ ായിട്ടുള്ള മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, മറ്റു സുഹൃത്തുക്കൾ, ആദ്യമായിട്ട് അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നൽകിയ സുദീർഘവും ത്യാഗനിർഭരവുമായ നേതൃത്വവും ഇന്ത്യയെ ആധുനിക റിപ്പബ്ലിക്കായി വളർത്തിയ വാരാചരണ പരിപാടികളുടെ സമാപനവും നെഹ്റുവിൻ്റെ ഭാരത ദർശനവും ആധുനിക ഇന്ത്യയും എന്ന ചർച്ചയിലൂടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ, മറ്റ് നേതാക്കളെ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് 3 പേരെ ആദരിക്കുന്നു, അവർക്ക് അവാർഡ് നൽകി കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നെഹ്റുവിനെ പ്രതിപാദിച്ചുകൊണ്ട് ബഹുമാന്യരായ നമ്മുടെ ഇതിനു മുമ്പ് പ്രസംഗിച്ച 3 പേരും വളരെ വിശദമായ ഒരു പ്രസംഗം കാഴ്ചവെച്ചു. കൂടുതലായി എനിക്കൊന്നും പറയാനില്ല. ഇന്നത്തെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇതുപോലുള്ള ഈ നെഹ്റു, അതുപോലെ തന്നെ അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഇന്ത്യക്ക് വേണ്ടി, ഈ രാഷ്ട്രത്തിന് വേണ്ടി അർപ്പിച്ച അർപ്പണ മനോഭാവവും അവരുടെ ത്യാഗവും എല്ലാം ഓർമ്മപ്പെടുത്തുന്ന നെഹ്റുവിൻ്റെ ഈ ജന്മദിന പ്രോഗ്രാം നമുക്ക് ഇതുപോലുള്ള ഒരു നല്ല കാഴ്ചപ്പാടുകളിലേക്ക് ഒരു മനുഷ്യനെ, നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ ഇതുപോലുള്ള ഈ പ്രോഗ്രാമിന് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ നെഹ്റു അവാർഡ് ജേതാക്കളായ ഹാജി KM പരീദ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്, ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡോക്ടർ M മനോജ് സാർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചിറ്റ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, ഉവൈസ് അമാനി നടുവി, ചെയർമാൻ ചാരിറ്റി വില്ലേജ് വെഞ്ഞാറമൂടി, 3 പേരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്കും അതുപോലുള്ള നല്ല പ്രോഗ്രാമുകൾ ഇനിയും അടുത്ത വർഷങ്ങളിലും നല്ല നല്ല ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി ഇതുപോലെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന നമ്മുടെ നെഹ്റു പീസ് ഫൗണ്ടേഷൻ സംസ്ഥാന സമിതിക്കും എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ശ്രീ ഉവൈസ് അമാനി നദ്വി, മദർ തെരേസ പുരസ്കാര ജേതാവ് ഡോക്ടർ MC സിറിയൻ, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട പാകിസ്ഥാനിലേക്കും ഹിന്ദുസ്ഥാനിലേക്കും എന്ന് പറഞ്ഞ ആളുകൾ പലായനം ചെയ്തു. കൂട്ടക്കൊലപാതകങ്ങൾ നടക്കില്ല. നമ്മുടെ രാജ്യത്താകെ മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടന്നു വരുന്നു. ഈ ഘട്ടത്തിൽ രാജ്യത്തെ രാജ്യമായി നിലനിർത്തുക, ഇന്ത്യയെ നിർത്തുക. ശ്രീ കടകംപള്ളിയോട് സൂചിപ്പിക്കുകയുണ്ടായി. വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ആശയങ്ങളുമുള്ള ഒരു ജനവിഭാഗം അങ്ങനെ ഒന്നിച്ചു നിൽക്കും.
അന്ന് രാഷ്ട്രീയ ജ്യോതിഷന്മാർ അത്തരത്തിൽ പ്രവചിച്ചുവെങ്കിൽ ആ ഒന്നിച്ചു നിൽക്കുന്നത് എങ്ങനെ എന്നതിന് മറുപടി കണ്ടെത്തിയ ഉത്തരം കണ്ടെത്തിയ മഹാതീഷ്ണശാലിയായിരുന്നു ശ്രീ ജവഹർലാൽ നെഹ്റു. അദ്ദേഹം